1 കൊരിന്ത്യർ 13 അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കേതുമില്ല. സ്നേഹം ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. കണക്ക് പുസ്തകം ആരുടെ കയ്യിലില്ല? സ്നേഹമുള്ളവന്റെ കയ്യിലില്ല. റെക്കോർഡ്സ് ഇല്ല. ചെയ്തതൊക്കെ എനിക്കറിയാം, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ചെയ്തതൊക്കെ എന്നോട് കാണിച്ചതെല്ലാം എനിക്കറിയാം, ഞാൻ ഒന്നും മറന്നിട്ടില്ല. സ്നേഹത്തിന്റെ പ്രത്യേകത, സ്നേഹം ദോഷങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്നില്ല. മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു പാത്രമാകരുത് നമ്മുടെ ഹൃദയം. എല്ലാ കയ്പും ആവശ്യമില്ലാത്ത എല്ലാ ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രാർത്ഥന. നിങ്ങളെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ കീറി മുറിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പദമുണ്ട്. കർത്താവേ, ആ പേരെടുത്ത് പറയണം. എനി നെയിം. കർത്താവെ, എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തന്ന വേദന ഞാൻ ഓർക്കുന്ന കർത്താവെ, ആ കടയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തന്നെ പറയണം. നിങ്ങൾ കയറി വരണം അതിനകത്തോട്ട്. ആ കടയുടെ മുമ്പിൽ വെച്ച് എൻ്റെ ഹൃദയത്തെ തകർക്കുന്ന രീതിയിൽ കർത്താവെ, ഇന്നെടുത്ത ആ മനുഷ്യൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു കർത്താവെ, അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് എൻ്റെ യേശുപ്പ, എൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിച്ച് കർത്താവെ, ആ വ്യക്തി എനിക്ക് തന്ന വേദനയെ, ആ മുറിവിനെ ഞാൻ എൻ്റെ യേശുവിന് തരുകയാണ്. എൻ്റെ ആത്മാവിലുള്ള പരിശുദ്ധാത്മാവിൽ കിടക്കുന്ന ക്ഷമയെ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. ഇത്രയും പറഞ്ഞ ഞാൻ ആ വേദനയെ യേശുവെ നിനക്ക് കൈമാറുകയാണ്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ക്ഷമ. ആ ക്ഷമയെ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കുകയാണ്. ഈ നിമിഷം മുതൽ ആ രംഗം, ആ ചിത്രം, ആ ഓർമ്മ എൻ്റെ മൈൻഡിൽ നിന്ന് മാറിപ്പോകട്ടെ. ഐ ആം ഫ്രീ ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിങ്ങൾ ആ നിമിഷം തന്നെ അത് പ്രാർത്ഥിച്ച് ക്ലിയർ ചെയ്താൽ, പൗലോസ് പറയുന്നുണ്ട്, കയ്പിന്റെ വേര് മുളയ്ക്കരുത്. വേരിറങ്ങത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? സീഡ് അകത്ത് വീണു, ഇത് കിളിർക്കത്തില്ല. പിന്നെ ആ കോപത്തിന്റെ പകയുടെ ഒരു വ്യക്തിയോടും വൈരാഗ്യം പുലർത്തത്തക്ക രീതിയിലുള്ള ഒരു വിത്ത് അകത്ത് വീണു. അവൻ തന്നു ആ സാധനം, അല്ലെ അവൾ തന്നു അത്. പക്ഷെ ദൈവത്തോട് നിങ്ങളത് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ഷമ ആ വ്യക്തിക്ക് കൊടുത്ത്, ആ വ്യക്തി തന്ന വേദന ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ സീഡ് പൊങ്ങത്തില്ല. ഇതവിടെ നിങ്ങൾ അറിയാതെ കിടന്നാൽ ഈ കിണറ്റിന്റെ അടി പോയ തൊട്ടിയും കയറും പോലെ. തൊട്ടിയും കയറും കിണറ്റിൽ പോകുമ്പോൾ എന്നാ ചെയ്യും? പാതാളക്കരടി കൊണ്ട് ഇങ്ങനെ കറക്കി ഇതിങ്ങനെ പൊക്കിക്കൊണ്ട് വരും. ഇത് പിശാച് ചെയ്യും. ഈ അടിക്ക് പോയ ഈ സാധനം 89, 2012, 10 തന്ന സാധനമായത്. ഇതെപ്പോഴേലും ഒക്കെ ഇരിക്കുമ്പം തൊട്ടിയും കയറും കിണറ്റിപ്പോൻ്റെ അടിയിൽ പോയത് പാതാളക്കരണ്ടിക്ക് പൊക്കിക്കൊണ്ട് വരുന്ന പോലെ എപ്പോഴേലും ഒന്ന് സന്തോഷത്തിൻ്റെ മോഡിലിരിക്കുമ്പം ആ പുള്ളി ചെയ്തതും കാണിച്ചതും എല്ലാം ഇങ്ങനെ ഓർമ്മയിലേക്ക് ആര് കൊണ്ടുവരും? പിശാച് കൊണ്ടുവരും. പെട്ടെന്ന് നമ്മൾ മൂഡ് ഔട്ട് ആവും. അത് സംഭവിക്കാതിരിക്കാൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൈ വേണം. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൈ വേണം. എന്തുവാ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്? ആ നിമിഷം തന്നെ ദൈവസന്നിധിയിലോട്ട് പോയി ഇരുന്നേച്ചും, കർത്താവെ, ആ വ്യക്തി എനിക്ക് തന്ന വേദനയെ, മുറിവിനെ, ആ രംഗത്തെ, ആ സംഭവത്തെ, ആ ഇൻസിഡൻസിനെ പറഞ്ഞ് യേശുവെ അങ്ങയുടെ കയ്യിലേക്ക് തരിക. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ ആത്മാവിലുള്ള ക്ഷമ ഞാൻ ആ മനുഷ്യന് കൊടുക്കുക. ഞാൻ ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. ഈ സംഭവം ഇനി മേലിൽ എന്നിൽ വാഴ്ച നടത്തരുത്. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ആ പിശാച് ശരിക്കും പറഞ്ഞാൽ മല പോലെ കൊണ്ടുവന്ന സാധനം എലിയും അല്ല, അതിൻ്റെ താഴെയായി പോകും. ഒന്ന് കരവടിച്ച് കർത്താവിന് നന്ദി പറയാമോ? നിങ്ങൾ ഫ്രീ ആകും. ക്ഷമയുള്ളിടത്ത് സ്നേഹമുണ്ട്. സ്നേഹമുള്ളിടത്ത് എന്തുള്ളൂ? ക്ഷമയുള്ളൂ. ക്ഷമയും സ്നേഹമുള്ളിടത്താണ് ബന്ധങ്ങളുള്ളത്. ഇപ്പം എൻ്റെ കൂടെ ഒത്തിരി ദൈവദാസന്മാർ നിൽക്കുന്നുണ്ട്, ഒത്തിരി ശുശ്രൂഷകരുണ്ട്. ഞാനൊരു സഭയുടെ പാസ്റ്ററാണ്, ഞാനൊരു ഭർത്താവാണ്, ഞാനൊരു അപ്പനാണ്, ഞാനൊരു മകനാണ്, ഞാനൊരു സ്പിരിച്വൽ ഫാദറിൽ നിൽക്കുന്ന വ്യക്തിയാണ്, പലരെയും മെൻറ്റർ ചെയ്യുന്നൊരു മെൻറ്ററാണ്.
ഒരു ടെലിവിഷൻ പ്രഭാഷണത്തിൽ നിൽക്കുന്നു, സോഷ്യൽ വർക്കുകൾ ഒത്തിരി ചെയ്യുന്നു, ഒത്തിരി മേഖലകളിൽ കണക്റ്റഡ് ആണ് ഞാൻ, ഒത്തിരി മേഖലകളിൽ കണക്റ്റഡ് ആണ്. ലോട്ട് ഓഫ് തിങ്സ് കർത്താവ് നടത്തുന്നു കൃപയാൽ. അപ്പോൾ ഒത്തിരി സ്ട്രെസ്ഫുള്ളായ സിറ്റുവേഷൻസ് ലൈഫിലുണ്ടാകും. സ്ട്രെസ്സിൽ നിൽക്കുന്ന ഒരാള്, ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊരു മർമ്മമാണ്. ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാള്, ഒത്തിരി ടെൻഷനിൽ നിൽക്കുന്ന ഒരാള്, അദ്ദേഹവുമായിട്ട് അടുത്ത് വരുന്ന ഡീൽ ചെയ്യുന്നവർ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സും ടെൻഷൻ്റെയൊക്കെ കുറച്ച് ഭാഗം ഇവരും കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒത്തിരി സ്ട്രെസ്സിലൂടെ ഒത്തിരി കാര്യങ്ങളിലൂടെ പോകുമ്പം നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ അപ്പൻ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദം, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദം, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യുവർ പാസ്റ്റർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യുവർ സ്പിരിച്വൽ ഫാദർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യുവർ ഹസ്ബൻഡ്. ദി അണ്ടർസ്റ്റാൻഡിങ് സ്പിരിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നിച്ചു പോകാൻ കഴിയത്തില്ല. അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റണം. ഹല്ലേലൂയ. ദൈവം നമ്മളെ മനസ്സിലാക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ദൈവം മക്കളായിട്ടിരിക്കുന്നത്. അതുപോലെ തിരിച്ചും പറ്റണം. ഒരിക്കലും അതിൽ അപ്പൻ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് അധ്വാനിച്ച് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ആ മനുഷ്യനോട് പെരുമാറേണ്ട ചില നിലപാടുകളുണ്ട്. ആ നിലപാടിൽ വേണം, ആ ഒരു ഓണറിൽ വേണം പെരുമാറാൻ. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുമ്പം അവരെ വഴക്ക് പറയാനും അവരെ അടിക്കാനും ഒന്നും പിടിക്കരുത്. അവരോട് ആ രീതിയിൽ വേണം പെരുമാറാൻ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ്, ഞാൻ വലിയ പുള്ളി എന്നും പറഞ്ഞ് നടക്കാതെ നമ്മുടെ അടുത്തിരിക്കുന്ന ആളിനെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഞാൻ ആ ബന്ധങ്ങൾക്ക് ഭയങ്കരമായിട്ട് വില കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നമ്മുടെ കാര്യം കഴിഞ്ഞു, അങ്ങനെയുള്ള ആളുകളുണ്ട്, അവരുടെ കാര്യം സാധിക്കാൻ, അവരുടെ കാര്യം നടക്കാൻ വേണ്ടി അല്ല, നമ്മുടെ കാര്യം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വഴിക്ക് പോയി. ഒരിക്കലും അങ്ങനെ ആകരുത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ അവസാന പദത്തിൽ പൗലോസ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പീനെന്ന്. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തന്നവരോട് നിങ്ങൾക്കൊരു നന്ദി വേണം. നന്ദി വേണം. നിങ്ങൾ ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കി, നന്ദി കെട്ടവരല്ലേ ലോകം മുഴുവൻ. നമുക്കങ്ങ് തോന്നിപ്പോകത്തില്ലേ? ജിജിപ്പാസും ഞാനും വേറെ ആരായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ചരൽക്കുന്നിലൊരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പോയി. ആ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് പോയപ്പം ഞങ്ങൾ ഓരോരോ ദൈവദാസന്മാർ അവരവരുടെ അനുഭവങ്ങൾ പറയുമായിരുന്നു. അപ്പോൾ പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ നമ്മളൊരാൾക്ക്, നമ്മുടെ ഇപ്പുറത്ത് കുറേ പേര് നിൽക്കുകയാണേ, നമ്മുടെ ഇപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ നല്ല ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന കുറേ നേരത്തെ പരിചയപ്പെട്ട ആൾക്കാരുണ്ട്, ഇപ്പം പരിചയപ്പെട്ടവരുണ്ട്, ഇനി പരിചയപ്പെടാനുള്ളവരുണ്ട്. മനസ്സിലായോ? നേരത്തെ പരിചയത്തിലുള്ളവരുണ്ട്, ഇപ്പം പരിചയപ്പെട്ടവരുണ്ട്, ഇനിയും നിങ്ങൾ പലരെയും പരിചയപ്പെടാനുണ്ട്. പക്ഷെ നേരത്തെ നിങ്ങൾ പരിചയപ്പെട്ട് നിങ്ങളിൽ നിന്ന് നന്മ അനുഭവിച്ച ചിലരില്ലേ, അവര് നിങ്ങളോട് കാണിച്ച സ്നേഹവും നന്ദിയാണ് ഇപ്പം നിൽക്കുന്നവന് ജീവിതത്തിലേക്ക് വരാനുള്ളത്. ഇന്നലകളിൽ നമ്മളിൽ നിന്ന് സ്വീകരിച്ചവർ നമ്മളോട് കാണിച്ച നന്ദികേടാണ് നാളുകളിൽ നിൽക്കുന്നവരോട് നമുക്ക് വേണ്ട, ഒന്നും കൊടുക്കണ്ട, കൊടുത്തതൊക്കെ എനിക്കറിയാം എന്ന് പറയുന്നത്. വല്ലതും പിടി കിട്ടുന്നോ? അതുകൊണ്ട് ഇന്നുകളിൽ ഇതൊന്ന് ശ്രദ്ധിച്ചതൊക്കെ, ഇതൊക്കെ പരിശുദ്ധാത്മാവെന്ന് ഭയങ്കര ഇടപെടുക. ഈ വീഡിയോ കളയരുത്. ഇന്നുകളിൽ സ്വീകരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇന്ന് നിങ്ങൾ ആരെയെങ്കിലും നോക്കി ചിരിച്ചെങ്കിൽ, നിങ്ങളെ നോക്കി ചിരിച്ചെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ തന്നെങ്കിൽ, നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം തന്നെങ്കിൽ, ഇന്നുകളിൽ നിങ്ങൾ സ്വീകരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തിരിച്ച് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് ഈ വ്യക്തി നാളുകളിൽ അടുത്ത വ്യക്തിയിലേക്ക് കൊടുക്കാനുള്ളതിൻ്റെ കാരണമായി തീരുന്നത്. ദൈവത്തിൽ നിന്ന് നന്മ പ്രാപിച്ചവർ, നിങ്ങൾ ഇന്ന് ദൈവത്തോട് നന്ദി പറയാൻ തയ്യാറാകുമ്പോഴാണ്, നന്ദി കാണിക്കാൻ തയ്യാറാകുമ്പോഴാണ് നിന്റെ മക്കള് നാളുകളിൽ അവർക്ക് ലഭിച്ച നന്മകളിൽ ദൈവത്തിന് നന്ദി പറയും. നിങ്ങൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ, നിങ്ങൾ ഫുഡിന്റെ മുമ്പിലോട്ട് വന്നിരുന്നിട്ട്, കർത്താവെ നൽകിയ ആഹാരത്തിന് നന്ദി, ഭക്ഷണത്തെ അനുഗ്രഹിക്കണമേ, നീയാണല്ലോ ഞങ്ങൾക്ക് ആഹാരം തന്നത്, ഞാൻ നിന്റെ ഉടമ്പടികളെ ഓർക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഭക്ഷണം ദൈവമാണ് തന്നതെന്ന്
നിങ്ങൾ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുന്നതാണ് നാളുകളിൽ നിന്റെ തലമുറയുടെ മുമ്പിൽ ഭക്ഷണം വരുമ്പം കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇന്നുകളിൽ സ്വീകരിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇന്നുകളിൽ ഒപ്പം നിൽക്കുന്നവർ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ നന്ദിയുള്ളവരായാൽ നന്ദിയുള്ള ഒരു തലമുറയെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നന്ദിയുള്ള ഒരു ജനറേഷനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോ ഈ നിലകളിൽ ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ, നിങ്ങൾ നന്ദിയുള്ളവരായിരിപ്പീൻ, ബന്ധം ധരിക്കുവിൻ. പല ബന്ധങ്ങളും എനിക്ക് തന്ന ചില ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയതിന്റെ കാരണം തെറ്റിദ്ധാരണകളാണ്. ശൗലിന് ദാവീദിനോട് തെറ്റിദ്ധാരണയായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പക്ഷെ ഇന്നും കുറെ നല്ല ബന്ധങ്ങൾ നിൽക്കുന്നതിന്റെ കാരണം അണ്ടർസ്റ്റാൻഡിങ് ആണ്. ബന്ധം പോയതിന്റെ കാരണം എന്നാണ്? ഇതൊന്ന് കേട്ടെ. ബന്ധങ്ങൾ പോയതിന്റെ കാരണം എന്നാണ്? മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇന്നും കുറച്ച് ബന്ധങ്ങൾ നിപ്പുണ്ടല്ലോ, അതെന്താ ഇന്ന് നിൽക്കുന്നതിന്റെ കാരണം? അണ്ടർസ്റ്റാൻഡിങ് മൈൻഡ്. ദൈവസഭയ്ക്കകത്ത് നിൽക്കുന്നവരെ, ഇതൊരു ആത്മീയ ഭവനമാണ്. ഈ ഭവനത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഞങ്ങളുടെ പാസ്റ്റർ അതാണ്, ഞങ്ങളുടെ ദൈവപുരുഷൻ ഇതാണ്, ഞങ്ങളുടെ ഫെസിലിറ്റീസ് ഇതാണ്, ഇത്രയും പരിമിതികൾ ഞങ്ങൾക്കുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കി, വ്യക്തികളെ മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കി നിൽക്കാൻ പറ്റിയാൽ ബന്ധങ്ങൾ തഴച്ചു വളരും. ഒന്ന് കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ബന്ധങ്ങൾ തഴച്ചു വളരും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ.